കുറെ കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലവേദന പറയും. മിക്ക അച്ഛനമ്മമാരും ഇവര് ക്ലാസ്സിൽ പോവാതിരിക്കാനുള്ള മടിയായിട്ടാ ഇതിനെ കാണുക. പക്ഷെ റിക്കറന്റ് ആയി അവര് തലവേദന പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഡീറ്റെയിൽ ആയി കാര്യങ്ങളൊക്കെ ചോദിച്ച് വിശദമായി ഇവരെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള മിക്ക കുട്ടികൾക്കും അഡിനോയിഡ് ഹൈപ്പർട്രോഫി, മൂക്കില് ദശ വളരുക, സൈനസൈറ്റിസ്, അലർജിക് റൈനൈറ്റിസ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടെത്താറുണ്ട്. ഇവർക്ക് രാത്രി കിടക്കുമ്പോൾ മൂക്കടഞ്ഞ് ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കും. ചിലപ്പോൾ എഴുന്നേറ്റിരിക്കും. ഇനി ഉറങ്ങാണെങ്കിലും വായ തുറന്ന് കൂർക്കം വലിക്കുകയൊക്കെ ചെയ്യും. ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല. സോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവര് റീഫ്രഷ്ഡ് ആവില്ല. സോ അതുകൊണ്ട് തലവേദന ഉണ്ടാവാം. സൈനസിൽ കഫം നിറയുന്നത് കൊണ്ടും മൂക്കടഞ്ഞ് ശ്വസിക്കാൻ പറ്റാതെ വരുമ്പോൾ ബ്രെയിനിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടും തലവേദന വരാം. കൂടാതെ ഒരുപാട് കുട്ടികളിൽ നിന്ന് മൈഗ്രെയിനും കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈഗ്രെയിനിലേക്ക് എത്തിക്കാം. ഇനി ഇത് മാനേജ് ചെയ്യാതെ വന്നാൽ തലവേദനയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കൂടി വരും. റെസ്പിറേറ്ററി കണ്ടീഷൻ, റിക്കറന്റ് ആയ ഇൻഫെക്ഷൻ, ശ്വാസതടസ്സം ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെ ഫ്യൂച്ചറിൽ അവരുടെ കരിയറിനെയും പ്രൊഫഷനെയൊക്കെ എഫക്ട് ചെയ്യാം. സോ കുട്ടികളിൽ ഇത്തരം ബുദ്ധിമുട്ട് നേരത്തെ കണ്ടെത്തി പ്രോപ്പറായ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് തടയാൻ പറ്റും. തലവേദനയെ പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമന്റ് ചെയ്യാം. ബൈ.